ഇവിടെ ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ എല്ലാം കുറച്ച് വിചിത്രമായിട്ട് നടക്കുന്നത്. ഞാൻ നിന്നെ വിളിക്കേ. അയ്യോ വന്നേ, എന്റെ പൊന്നു മോള് വാ, വന്നിരിക്കും. കൊച്ചിന് ഒരു പണി എടുക്കണ്ടാ. അല്ലമ്മ ഛർദിച്ചത് അതല്ല. അല്ലേ എല്ലാം അമ്മയ്ക്ക് മനസ്സിലായി. എന്റെ കൊച്ചിന് ഒന്നും ഒരു ജോലിയും ചെയ്യണ്ട. അല്ലമ്മ ഛർദിച്ചത്. നമുക്കേ ഞാൻ ആ സുമതി അമ്മയൊന്ന് വിളിച്ചിട്ടേ കാര്യങ്ങൾ എങ്ങനെയാന്നൊക്കെ ചോദിക്കട്ടെ. അമ്മയ്ക്കാണെങ്കിൽ ഇതിനെ കുറിച്ചൊന്നും ഒന്നും അറിയില്ല. അല്ല അമ്മ വിചാരിക്കുന്നത് ഒന്നും മിണ്ടണ്ട, കൊച്ചു മിണ്ടായിരുന്നോണ്ടും കേട്ടോ. ചക്കര ദേ സമയത്തിന് ഭക്ഷണം കഴിക്കണം, നമുക്ക് അടുത്ത ആഴ്ച ഡോക്ടറെ കാണാൻ പോണം, മരുന്ന് കഴിക്കണം. അമ്മ ഞാൻ പറഞ്ഞത് 2-3 നേർച്ച അമ്മയ്ക്കുണ്ട്. അമ്പലങ്ങളിലൊക്കെ പോയി നേർച്ച വെക്കണം. എന്റെ കുഞ്ഞവിടെ ഇരുന്നു. ഒന്നും പറയണ്ട, അമ്മ വരട്ടെ, അവനോട് പറയാ കേട്ടാ. അവർക്ക് സന്തോഷമായി. ഓ ഭഗവാനേ, ഇരുന്നോട്ടോ, ഇപ്പൊ വരാട്ടാ അമ്മ. പണി പാളിയോ? അല്ല നീ എന്താ അത്യാവശ്യമായിട്ട് കാണുമെന്ന് പറഞ്ഞു? ഇന്നതുപോലെ രാവിലെ അമ്മേന്റെ ജാതകമൊക്കെ എടുത്തുകൊണ്ട് ഇങ്ങനെ ജ്യോതിഷം എഴുതി കൊടുക്കുന്നേ. ഇപ്പൊ എന്തോ ശനിയുടെ വ്യാഴത്തിന്റെ ബുധന്റെ ഒക്കെ പ്രശ്നമൊക്കെ പറഞ്ഞിട്ട് എത്രയും പെട്ടെന്ന് സന്താനങ്ങൾ ഉണ്ടായില്ലെങ്കിൽ പിന്നെ ഉണ്ടാവുകയില്ല, അങ്ങനെയൊക്കെയുള്ള സംഭവം. പിന്നെ വീടിന് എന്തോ ദോഷമുണ്ട്, വീട് താമസം മാറണം എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി കൊടുത്തേക്കോ. കുഴി ജാതകമൊക്കെ നോക്കുന്നുണ്ടാ? അമ്മ നോക്കും. അത് കേട്ടിട്ട് അമ്മ എത്രയും പെട്ടെന്ന് കുട്ടികൾ വേണം, കുട്ടികൾ ഇല്ലാതെ പറ്റത്തില്ല, അത് ഒരു മിനിമം 3 എണ്ണമൊക്കെ വേണം എന്നൊക്കെ അമ്മ പറയുന്നത്. തന്നെ പറഞ്ഞു ജാതകം നോക്കിയവരൊക്കെ? അവർക്ക് താല്പര്യമൊന്നുമില്ല, അറിയാലോ. ഇപ്പൊ ഓൾറെഡി നമ്മൾ സെറ്റിൽ ആയിട്ടൊന്നും ഇല്ലല്ലോ, ജോലി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു, സ്ട്രഗിളിങ് സാമ്പത്തിക പ്രശ്നമൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അവള് താല്പര്യമൊന്നുമില്ല. അവള് കണ്ട് കേട്ടപ്പോ തന്നെ ഓടി ബാംഗ്ലൂർ പോകണമെന്ന് പറയും. പക്ഷെ എന്നാലും അതിനൊക്കെ പ്രായമാണ് നിനക്ക്. പ്രായം ഒരു പ്രശ്നമല്ലല്ലോ ഇതിനൊക്കെ. അല്ല എന്നാലും ഒരാഗ്രഹം പറഞ്ഞു. തന്നെ പറഞ്ഞപ്പോഴേ അടിച്ചോടിച്ചാണല്ലോ. ചോദിച്ച് ഞാൻ ചോദിച്ചു താല്പര്യം പൊയ്ക്കോണെന്ന് പറഞ്ഞു. ഞാൻ ബാംഗ്ലൂർ പോകുന്നു പറഞ്ഞു. ബെസ്റ്റ്. അയ്യോ അങ്ങനെയൊക്കെ അമ്മ അങ്ങനെ കലിതുള്ളി നടക്കുവോ? എന്നിട്ട് അവളെ ഉപദേശവും കാര്യങ്ങളും ഒക്കെയാ. അത് വിശ്വസിച്ചിട്ടേ. അല്ല അതൊക്കെ വിട്, നിനക്കൊരു ചെറിയൊരു താല്പര്യം ഇല്ലേ? നമ്മൾ ഒരാൾ മാത്രം അങ്ങനല്ലേ, എല്ലാരും രണ്ടുപേരും കൂടെ ആലോചിച്ച് ഒന്ന് എന്താ അങ്ങനെ അല്ലല്ലോ. രണ്ടുപേർക്കും ഒരുപാട് കാര്യങ്ങൾ അതിൽ നോക്കാനില്ലേ. ഒരു കാര്യം നമുക്ക് വീട്ടിലോട്ട് പോയാലോ? കുറച്ച് പോസ്റ്റാ, നമുക്ക് അവിടെ പോയിരുന്ന കാര്യം പറഞ്ഞിരിക്കാം. ഇനിയിപ്പം അവളുണ്ടോ അവിടെ? അവളിവിടെ ഉണ്ട്. പിന്നെന്താ കാര്യങ്ങളൊക്കെ? അമ്മയും അച്ഛനൊക്കെ വിളിക്കാറുണ്ടോ? അവര് അടുത്ത മാസം വരുമെന്നാ പറഞ്ഞേക്കുന്നേ. ഇല്ല ഒന്നും പറഞ്ഞിട്ടില്ല. എന്തെങ്കിലും കാര്യമായിട്ട് കൊണ്ടുവരാൻ പറയണം കേട്ടോ. പറഞ്ഞിട്ടുണ്ട്. ഇവിടത്തേക്ക് വെച്ച് നോക്കുമ്പോ അവിടെയല്ല ലാഭം. നീയെങ്കിലും ഗൾഫിലേക്ക് കയറി പോടാ, 10 പൈസ ചോദിക്കാനെങ്കിലും ഒരാളാവുമല്ലോ. ഇവിടെ നിന്നിട്ട് എന്തോ ചെയ്യാനാ? അല്ല ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു പ്രപ്പോസൽ വന്നിട്ടുണ്ട് ദുബായിന്ന്. ഞാൻ പ്രപ്പോസൽ കേട്ടത് പെട്ടെന്ന് നേരത്തെ എനിക്ക് ആലോചന വല്ലതും വന്നു, പേടിച്ചു പോയി. എടാ നേരത്തെ ഒരു സംഭവം ഉണ്ടായി. ഞാൻ ഫ്രിഡ്ജിലിരുന്ന നമ്മുടെ ഒരു കറിയില്ലേ, മാമ്പഴ പോലത്തെ, അത് ഇച്ചിരി പഴയതാന്ന് തോന്നുന്നു. എന്തോ ഒരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടായിരുന്നു. ഞാനാണെങ്കിൽ ആക്രാന്തം കൊണ്ട് അത് മൊത്തെടുത്ത് കഴിക്കുകയും ചെയ്തു. കഴിച്ചപ്പോ എനിക്ക് ഛർദ്ദിക്കാൻ വന്നു. ഈ ഛർദ്ദിക്കുന്നത് കണ്ടിട്ടാണ് അമ്മ വരുന്നത്. അമ്മ വിചാരിച്ചത് മറ്റേതാന്ന്. എടാ പ്രഗ്നന്റ് ആന്ന് ഞാൻ. എടാ എനിക്കൊന്നും പിന്നെ പറയാൻ പറ്റില്ല. അമ്മ എക്സൈറ്റഡ് ആവുന്നു, എന്നെ പിടിച്ചിരുത്തുന്നു, ഭയങ്കര സ്നേഹം. ഞാൻ പറയാൻ നോക്കി 2-3 പ്രാവശ്യം അമ്മ എന്ന് പറയുമ്പോഴത്തേക്ക് നീ ഒന്നും പറയണ്ടെന്ന് പറഞ്ഞ് എനിക്കറിയാൻ പാടില്ല ഇനി എന്തൊക്കെ ഉണ്ടാവും. ആഗ്രഹിച്ച് നടക്കും, എന്ത് ചെയ്യാനാ? എന്നിട്ട് ഇത് കാണാൻ പറ്റില്ലല്ലോ. എന്നിട്ട് എന്തായി? നിനക്ക് തമാശ കളിക്കല്ല, ഞാൻ ഇവിടെ തീ പിടിച്ചിരിക്കുക. എടാ ഇല്ലാത്ത കാര്യം വെച്ചിട്ടാണ് അമ്മ ഈ സന്തോഷം കാണിച്ചോണ്ടിരിക്കുന്നത്. ഇതില്ലെന്ന് അറിയുമ്പോഴോ പിന്നെ ട്രൈ ചെയ്യാൻ പറയും. ചുമ്മാ നിനക്കൊന്നും പറയില്ലേ? ഞാനെന്ത് പറയാനാ? അല്ല എന്നാലും എടാ കാര്യത്തിന്റെ സിറ്റുവേഷന്റെ സീരിയസ്നെസ് നിനക്ക് മനസ്സിലാവുന്നില്ലേ? നിന്റെ അമ്മയുടെ വിചാരം ഞാനിപ്പോ പ്രഗ്നന്റ് ആണെന്നാ. ആക്ച്വലി അല്ലല്ലോ. അല്ല. അപ്പൊ ഇത് അറിയുമ്പോ അമ്മ എങ്ങനെയായിരിക്കും റിയാക്ട് ചെയ്യുന്ന ആലോചിച്ച് നോക്കിയേ. പ്രശ്നമാവോ? അതെന്തോ പ്രശ്നമാവും. അതിപ്പോ എന്റെ പ്രശ്നമാണോ? അല്ല പറഞ്ഞാ പോരെ. നമ്മൾ വിചാരിച്ചത് ഇങ്ങനെയൊക്കെ തന്നെയാണ്, നമ്മൾ അറിഞ്ഞില്ല എന്ന് പറഞ്ഞാ പോരെ. പിന്നീട് അറിഞ്ഞത് ഫുഡിന്റെ ആയിരുന്നു എന്ന് പറഞ്ഞാൽ മതി. അതിനിപ്പോ ടെൻഷൻ അടിക്കുന്നത് നല്ല രസമായിട്ട് കാണാൻ പറ്റില്ല. ശരി നല്ല അമ്മയുടെ ഒക്കെ സ്നേഹം.
എത്ര നാളുകൂടി ഇത് ആഗ്രഹിച്ചത്. എന്നിട്ട് ഇത് കേട്ടപാടെ കണ്ടപാടെ അമ്മതെ നാട്ടുകാരൊക്കെ വിളിച്ച് കൂട്ടാൻ പോയിട്ടുണ്ട്. എന്തിന്? ഓ കുടുംബശ്രീയിൽ ഇല്ല പെണ്ണുമ്പിള്ളെ വിളിച്ചു കാണുമല്ലോ. ഇപ്പൊ എല്ലാരും വിളിച്ചാ സുമതന്നെ വിളിച്ച് പറയട്ടെ എന്നൊക്കെ പറഞ്ഞ് ഓടിയിട്ടുണ്ട്. പ്രശ്നമല്ലേ? ഇതെന്തിന് നാട്ടുകാരോടെല്ലാം പറഞ്ഞപ്പോ? അതല്ലേ ഞാൻ പറഞ്ഞത്. നാട്ടുകാരോടോ ഇവിടെ അറിഞ്ഞാ കുഴപ്പമൊന്നുമില്ല, പക്ഷെ നാട്ടുകാരോട് വിഷയം ഇത് ആകെപ്പാടെ മൊത്തം പ്രശ്നമാണെങ്കിലേ പറയടാ. അത് പറയാം. എന്നാ നമുക്ക് പ്രത്യേകം സൂചിപ്പിക്കാം. എന്തായാലും ഒരു നാളെ 2 ദിവസം കഴിയുമ്പോൾ നമുക്ക് പറയാം, അയ്യോ ഇത് അതല്ല ഫുഡിന്റെ ആയിരുന്നു എന്ന് പറയാം. പറഞ്ഞ് കൺവിൻസ് ചെയ്യാലേ? അങ്ങനെ പറയാം. അല്ലാവനെന്തോ നീ പറയില്ലേ? ഇപ്പൊ വലിയ പ്രശ്നമുള്ള കാര്യമൊന്നും ഇല്ലല്ലോ. പറയാം. അല്ലാവൻ എന്ത് ചെയ്യാൻ? 2 ദിവസം കഴിയുമ്പോൾ പറയാം ഫുഡിന്റെ പ്രശ്നമായിരുന്നു, ഞങ്ങളും വിചാരിച്ചത് ഇങ്ങനെയൊക്കെയായിരുന്നു. അമ്മ മുഖ കുറച്ച് ഉപദേശങ്ങൾ പറഞ്ഞിട്ട് ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. 3 മാസത്തേക്ക് അനങ്ങരുത്. പണ്ടുള്ള പെണ്ണുങ്ങളാണ് അരിയിടിക്കണം മുറ്റോടിക്കണം എന്നൊക്കെ പറയുന്നത്, അതൊക്കെ പണ്ട്. ഇപ്പൊ അങ്ങനെയല്ല കേട്ടാ. 3 മാസം കൊച്ചു അനങ്ങാതെ ഇരിക്കണം. നമുക്ക് 3-ാം മാസത്തിൽ ഒരു സ്കാനിങ് ഉണ്ട്, പിന്നെ 7-ാം മാസത്തുണ്ട് കേട്ടോ. അമ്മയുടെ കൂട്ടുകാരിയുടെ ഒരു മോളെ, അവളെ കാണിച്ച നല്ലൊരു ഡോക്ടറുണ്ട്, ഗൈനക്കോളജിസ്റ്റ്. അവര് നമുക്ക് സിസേറിയനൊന്നും വേണ്ട, പ്രസവം മാത്രം മതി. ഞാൻ എന്റെ നിഖിലിനെ പ്രസവിച്ചതാ. എന്റെ നിഖിലിനെ പോലെ നല്ല ഐശ്വര്യമുള്ള നല്ല ഒരു സുന്ദര കുട്ടൻ, ഒരു മോളായാലും അമ്മയ്ക്ക് സന്തോഷമുള്ളൂ കേട്ടോ. നല്ല ഭക്ഷണങ്ങൾ ചീര, പാല്, മുട്ട, അതിന് പുറമെ നമുക്ക് അയണും കാൽഷ്യം ഗുളികൾ കഴിക്കണം മോളെ. ഇപ്പൊ എല്ലാരും അങ്ങനെയാ കേട്ടോ. ടോണിക്കൊക്കെ പണ്ടാ, ഇപ്പൊ ഗുളിയാൻ കഴിച്ചാ മതി. അമ്മ കൊണ്ടുപോവാം കേട്ടോ. ഈ മോക്ക് ഇഷ്ടമുള്ള എന്താന്ന് വെച്ചാ പറഞ്ഞ, മസാല ദോശ വേണോ, പുളിമാങ്ങ വേണോ, മോക്ക് എന്താ വേണ്ട പറ. എനിക്കിന്നോട് പറയട്ടെ, നമ്മുടെ ആ മാവിലെ 2-3 നല്ല പുളിയ മാങ്ങ നിക്കണം നമ്മ കണ്ട്. അവന് മരത്തിൽ കയറാനും അറിയില്ലല്ലോ. ആ സാരില്ല, അമ്മ ആരെങ്കിലും വിട്ടു. മാങ്ങ വേണ്ട, നമുക്കൊരു കുഴിമന്തി ആയാലും. കുഴിമന്തിയാണോ ഇഷ്ടം? കുഴിമന്തി കുഴിമന്തി കേട്ടാ. അവൾ അനങ്ങാതെ ഇവിടെ ഇരുന്നു. നമുക്ക് അവളെ വിട്ട് പണിയൊക്കെ ചെയ്യിപ്പിക്കാം. അവക്കടെ പരീക്ഷയൊക്കെ ഇപ്പൊ കഴിയട്ടാ. അപ്പൊ അമ്മയ്ക്ക് സന്തോഷമായി. മോക്കെ ക്ഷീണം മാറാനും ഛർദി മാറാനും അമ്മ 1 ഗ്ലാസ് പാല് നിറച്ചെടുത്ത് പഞ്ചസാരയും ബൂസ്റ്റ്, അല്ലെങ്കിൽ അത് വേണ്ട, ഛർദിയല്ലേ, മോക്ക് നല്ല നാരങ്ങ പിഴിഞ്ഞ് പഞ്ചസാരയൊക്കെ ഇട്ട് ഇച്ചിരി കസ്കസക്കാരത്തിട്ട് കൊണ്ടുതരട്ടെ. എടുത്തിട്ട് വാ. മോൾ ഇവിടുത്തെ ഇരിക്കട്ടാ. അമ്മ എടുത്തോണ്ട് വരുമോ? അമ്മയ്ക്ക് സന്തോഷമായോ? അയ്യോ എന്താ കൊച്ചിട്ട് എടാ, അമ്മ ഇപ്പഴേ ഒരു കുഞ്ഞ് ജനിച്ച പോലെയൊക്കെ ബിഹേവ് ചെയ്തോണ്ടിരിക്കണേ. ഭയങ്കര എക്സൈറ്റഡ്. എന്നെ ഇങ്ങനെ പാമ്പർ ചെയ്ത് എനിക്ക് കാണുമ്പോ പേടിയായിട്ട് വയ്യനികള്. എന്തിനാ പേടിക്കുന്നേ? എടാ, ഇതൊന്നും ഇല്ലാന്ന് അറിയുമ്പോ അമ്മ എങ്ങനെ റിയാക്ട് ചെയ്യാൻ എനിക്ക് അറിഞ്ഞൂടെ? ഇല്ലാന്ന് അറിയുന്ന പറഞ്ഞപ്പോ നമ്മള് തന്ത്രപരമായിട്ട് കളിക്കണം എന്ന് വെച്ചാ പറഞ്ഞാൽ മതി. ഞങ്ങളും ഇതായിരുന്നു വിചാരിച്ചത്, പക്ഷേ ഇങ്ങനെ ഒരു പ്രശ്നം. നീ എന്താ ഉദ്ദേശിച്ചത്? ഇങ്ങനെ കണ്ടിന്യൂ നല്ലതല്ലേ അമ്മയുടെ ആ ഒരു കെയറിങ്ങും. ഇങ്ങനെ നീ അമ്മ ഇതുവരെ കണ്ടിട്ടുണ്ടോ? നിന്നോട് ഇങ്ങനെ സ്നേഹത്തോടെ സംസാരിച്ചിട്ട് പോലല്ലോ. അതൊന്നുമില്ല. അപ്പൊ അതൊക്കെ എൻജോയ് ചെയ്യാം. നല്ല രസമല്ലേ? റിസ്ക് ആണ്. എന്ത് ആരെയും കൊന്നിട്ടൊന്നുമില്ലല്ലോ. എന്തോ റിസ്ക്. ഇതൊക്കെ എന്ത് ചെറിയ കാര്യമല്ലേ? അപ്പൊ പൊക്കും പറഞ്ഞാൽ മതി. ഞാനും വിചാരിച്ചത് ഞങ്ങൾ ആദ്യം പ്രഗ്നന്റ് ആണെന്ന് ഞാൻ വിചാരിച്ചത്, ഞങ്ങൾ അങ്ങനെ വിചാരിച്ചു. പക്ഷെ ഇപ്പോഴാണ് അമ്മയെ പോലെ ഞങ്ങളും എപ്പോഴും അറിയുന്നതെന്ന് പറഞ്ഞു. ആ കറി കാണുന്നില്ലല്ലോ. ഞാൻ ഇവിടെ ആണല്ലോ വെച്ചത്. എന്ത് ആരെടുത്തത്? കളയാൻ വെച്ചിരുന്ന ഒരു സാധനമാണ്. 2-3 ദിവസമായിട്ട് ഇവിടെ ഇരിക്കുന്നത്. എന്നാ അങ്ങ് കളഞ്ഞേക്കാന്ന് വിചാരിച്ചതായിരുന്നു. കാണുന്നുമില്ല. നിക്കി എന്നമ്മേ, എടി മോളെ, നീ ഇവിടെ വെച്ചിരുന്ന കറി എടുത്ത് കഴിച്ചായിരുന്നോ? ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ളതാണ്, എന്നോട് ചോദിക്കാണ്ട് കറി എടുത്ത് കഴിക്കരുത്, ചിലതൊക്കെ കളയാനുള്ളതാ. അതിന് ഞാനെടുത്ത് കഴിച്ചിട്ടൊന്നുമില്ല. 2-3 ദിവസമായത്. പിന്നെ എന്ത് ചെയ്ത് ആ കറി? ആരെടുത്ത്? അതിന് കളയാൻ വെച്ച കറി ഇതിൻ്റെ ഉള്ളിൽ എടുത്ത് വെച്ചേക്കണേ. അറിയാതെ ഒന്നും പറയരുതേ. കളയാനുള്ളതല്ല അത്. 2-3 ദിവസം ആയതുകൊണ്ട് കളയാന്ന് വിചാരിച്ചതാ. പിറ്റേന്ന് കഴിക്കാന്ന് പറഞ്ഞ് വെക്കുന്നതല്ലേ. അതായിരുന്നു ചേച്ചി എന്തോ എടുത്ത് കഴിക്കുന്നുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ നിന്ന്. അപ്പൊ അതായിരിക്കും. ആ കൊച്ചെടുത്ത് കഴിച്ചോ? അത് എന്നോട് ചോദിച്ചിട്ട് കഴിക്കണം. ഞാൻ കളയാൻ വെച്ചിരുന്ന കറിയായിരുന്നു. 2 ദിവസമായി. അത് 2 ദിവസമായിട്ടുള്ള കറിയായിരുന്നാ? 2 ദിവസമായ കറിയാ. വെറുതെ അല്ല ആ കൊച്ചു ഇന്നലെ ഛർദിച്ച് നടക്കുന്നത്. ചെലപ്പോ അതിന്റെ ആയിരിക്കും. എടാ, അമ്മ ഭയങ്കര എക്സൈറ്റ്മെന്റിലാ. എനിക്കാണെങ്കിൽ കണ്ടിട്ട് പേടിയാവുന്നു. എന്തിനാ പേടിക്കുന്നത്? എക്സൈറ്റഡ് ആവട്ടെ. എടാ, പിന്നെ പ്രഗ്നന്റ് ഒന്നും ഇല്ലെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതെന്തായാലും അധികം നാൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. കുറച്ചാളാ സ്നേഹമൊക്കെ പിടിച്ചു വിട്ടാലോ. ഒന്നുകൂടെ ഫ്രണ്ട്ലി ആവും, 2 പേരോടൊന്ന് ചേരും. ഇപ്പൊ ഭയങ്കര കെയറിങ്ങൊക്കെ ഇല്ലേ? അതൊക്കെ എൻജോയ് ചെയ്യും. എന്തായാലും ഇതിന് വേണ്ടിട്ടൊരു സമയം നമ്മൾ ആഗ്രഹിച്ചിട്ടില്ലേ? അതൊക്കെ ഓക്കെയാടാ. പക്ഷെ ഈ സന്തോഷം വലിയ കോംപ്ലിക്കേഷനിലേക്ക് എത്തുമെന്നാ പേടി. അതൊന്നുമില്ല.
സംശയം ഉണ്ടായിരുന്നു നമ്മൾക്കും, പക്ഷെ ചീറ്റി പോയെന്നൊക്കെ പറഞ്ഞാൽ മതി. എനിക്ക് അറിയാൻ പാടില്ല. കുഴപ്പമില്ല, സർക്കാർ അത് നമുക്ക് കൊണ്ടുപോകും. മുന്നോട്ട് കൊണ്ടുപോകുമ്പോ പക്ഷേ ഏ? നീ ആ ഫ്രിഡ്ജിലെ കറി എടുത്ത് കഴിച്ചായിരുന്നോ? ആ മാമ്പഴ പുളിശ്ശേരി പോലത്തെ അല്ലേ? അത് 2 ദിവസമായ കറിയാ, നീ എടുത്ത് കഴിച്ചോ? ഒരാഗ്രഹം തോന്നിയപ്പോ എടുത്ത. അതാണ് നീ ഛർദിച്ചോണ്ട് നടന്നത്? അത് പിന്നെ പഴയ ഫുഡ് കഴിച്ചല്ലേ. അല്ല, ആഗ്രഹം കൊണ്ട് ചിലപ്പോ തിന്നാണെങ്കിലോ നമുക്ക് ഒരു. അപ്പൊ നീയൊക്കെ രണ്ടും കൂടെ അറിഞ്ഞോണ്ട് എന്നെ പറ്റിക്കായിരുന്നല്ലേ? അല്ല, പറ്റിച്ചല്ല. എന്തൊക്കെയായിരുന്നു ഞാൻ ആഗ്രഹിച്ചത് ഈശ്വര. ഇച്ചിരി നിമിഷം കൊണ്ട് ഞാൻ എന്തൊക്കെ സ്വപ്നങ്ങൾ കണ്ട്. അമ്മ ഇത് പെട്ടെന്ന് വർക്കാവുന്ന ഞാൻ കാര്യമാണ്. എത്ര പ്രാവശ്യം അമ്മടുത്ത് പറയാൻ ട്രൈ ചെയ്തു. എന്തിനാണ് മോളെ എന്നെ ഇങ്ങനെ പറ്റിച്ചത്? അമ്മയ്ക്ക് വെറുതെ ആശ തന്നത്. അമ്മ ഞങ്ങളും വിചാരിച്ചത് വർക്കായെന്ന, പക്ഷെ ഇത് ഫുഡിന്റെ ആണെന്ന് ഞങ്ങൾ എന്താ ഇപ്പഴാണ്. വാദമൊന്നും പറയാൻ മേലെ? അമ്മ ഞാൻ എത്ര പ്രാവശ്യം അമ്മ അതല്ല പറയാൻ വന്നു. എപ്പ പറഞ്ഞു? ഞാൻ പറഞ്ഞപ്പോഴൊക്കെ നീ സുഖിച്ച് കേട്ടോണ്ടിരുന്നില്ലേ? പറഞ്ഞില്ലേ ഇത് പ്രശ്നമാവുന്നു. എന്തായാലും എന്ന് പറയണ്ടേ, എന്നാലും അറിയും. പിന്നെന്താ, ഇപ്പഴും നേരത്തെ ഇറങ്ങി കഴിഞ്ഞു. ഇനിയിപ്പോ ഉള്ള സ്നേഹവും ഇനി കിട്ടാൻ ഒരു സാധ്യതയില്ല. ഞാൻ അതല്ലേ പറഞ്ഞേ, ഞങ്ങൾ ഇത് അറിഞ്ഞില്ല. ഇപ്പൊ ഫുഡിന്റെ കാര്യം ഒന്ന് ഡിസ്കസ് ചെയ്തോണ്ടിരുന്നത്. അങ്ങനെ പറഞ്ഞാൽ പോരായിരുന്നു.